ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. സഹകാരി റൈസ് പ്ലസിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായി സ്വാഗതം. സുഹൃത്തുക്കളെ, ബലവാനും വേഗതയേറിയവനും ആകണമെന്നില്ല എപ്പോഴും വിജയം കൈവരിക്കുന്നത്. മറിച്ച് ആത്മവിശ്വാസത്തോടെ വിജയിക്കുമെന്ന് ഉറച്ച് വിശ്വസിച്ച് സധൈര്യം മുന്നോട്ട് പോകുന്നവരാണ് യഥാർത്ഥ വിജയശ്രീലാളിതരായി മാറുന്നത്. എൻ്റെ സുഹൃത്തുക്കളെല്ലാം, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന സഹകാരി റൈസ് പ്ലസിൻ്റെ എല്ലാ സുഹൃത്തുക്കളും അത്തരം ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. യാതൊരു രീതിയിലുള്ള ആശങ്കയും വേണ്ട, ഒപ്പം ഞങ്ങളുണ്ട്. സഹകാരി റൈസ് പ്ലസ് ഉണ്ട് നിങ്ങളുടെ വിജയം വരെ. എല്ലാവർക്കും വലിയ വിജയം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ, ആശംസയോടെ, ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി ഞാൻ ക്ഷണിക്കുകയാണ്. ഇന്ന് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി DPSPയുടെ രണ്ടാം ഭാഗമാണ്. രണ്ടാം ഭാഗം എന്ന് പറഞ്ഞാൽ അവസാന ഭാഗം. ഒരു ഭാഗം നമ്മൾ നേരത്തെ വിശദമായി പഠിച്ചു. അതിന് അനുബന്ധമായി രീതിയിൽ കുറച്ച് ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡിസ്കഷൻ നടത്തി. എന്നാൽ ഇനി അതിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് കടക്കുന്നു. സെക്കൻഡ് പാർട്ട് വിശദമായി പഠിച്ചതിന് ശേഷം അതിൻ്റെ ഡിസ്കഷൻ, ക്വസ്റ്റ്യൻ ഡിസ്കഷൻ മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ടോപ്പിക് അങ്ങ് തീർക്കാം ഇന്നത്തെ ഈ ക്ലാസ്സോടുകൂടി. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പഠിച്ചത് എന്താണ് DPSP, എവിടെ നിന്ന് കടം വാങ്ങി, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടായിരുന്ന DPSPക്ക് പുറമെ പിന്നീട് 3-4 ഭേദഗതികളിലൂടെ ഉൾപ്പെടുത്തിയ ചില ആർട്ടിക്കിളുകളും ചില ഡയറക്റ്റീവ്സും ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനിയാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ആർട്ടിക്കിൾസ് ഡിസ്കസ് ചെയ്യുന്ന ക്ലാസ്സാണ് ഇന്ന്. നിങ്ങൾക്കറിയാം, ആർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ 36 മുതൽ 51 വരെ. അപ്പോൾ പതിവ് പോലെ ആ ക്ലാസ്സിന് മുമ്പ് ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത കാലത്ത് ചോദിച്ച 1-2 പ്രീവിയസ് ചോദ്യങ്ങൾ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തിയതിന് ശേഷം ഞാൻ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ഇവിടെ ചോദ്യം മാത്രമേ പരിചയപ്പെടുത്തുന്നുള്ളൂ, ഉത്തരം ഞാൻ പറയുന്നില്ല. കാരണം നമ്മൾ പഠിക്കാൻ പോകുന്നതാണ്. കാണാൻ പോകുന്ന പൂരം പറയേണ്ടതില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ ഞാനിപ്പോൾ അതിനെക്കുറിച്ച് ആൻസർ ഇപ്പം പറയുന്നില്ല. കാരണം ഈ ഭാഗത്ത് നിന്ന് ഏത് രീതിയിലുള്ള ചോദ്യങ്ങളാണ് PSC ചോദിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ചോദ്യങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇതിൻ്റെ ഉത്തരം ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്വയം കണ്ടെത്താൻ സാധിക്കും. അഥവാ കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ PYQ ഡിസ്കഷൻ സമയത്ത് നിങ്ങൾക്ക് അത് വിശദമായി തന്നെ പഠിക്കാൻ കഴിയും. അപ്പോൾ ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. ഈ അടുത്ത കാലത്ത് 2025 തന്നെ ചോദിച്ച ചോദ്യമാണ്: ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളുടെ വകുപ്പുകൾ ശരിയായി ക്രമീകരിക്കുക, കുടിൽ വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കൽ. ഇതിലേത് ആർട്ടിക്കിളാണെന്ന് പറയണം. ഇപ്പം നമ്മൾ പഠിക്കാൻ പോവാണ്. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കണം, യൂണിഫോം സിവിൽ കോഡ്. ഏത് ആർട്ടിക്കിള് നിങ്ങളിപ്പോൾ മനസ്സിൽ പറയുന്നുണ്ടാകും, കാരണം ഇതൊക്കെ നിങ്ങൾക്കറിയാം എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഗോവധം നിരോധിക്കുക, ഏത് വകുപ്പെന്ന് ഇതിനകത്ത് പ്രത്യേകിച്ച് അടയാളപ്പെടുത്തണം. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നത് എന്ന് വ്യക്തമായും നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരല്പസമയം നമ്മുടെ ഈ ക്ലാസ് കാണുമ്പോൾ തന്നെ നിങ്ങൾ ഇതിൻ്റെ ആൻസർ കണ്ടെത്തുന്നതായിരിക്കും. അപ്പോൾ ചോദ്യം, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ ചേരുംപടി ചേർക്കുക എന്നൊക്കെ കൊച്ചു ക്ലാസ്സിൽ പഠിച്ച ആ മോഡലൊക്കെയാണ് ഇപ്പം ചോദിക്കുന്നത്. തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും ക്ലാസ് കഴിയുമ്പോൾ. മറ്റൊരു ചോദ്യം: ദി ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ റിസംബിൾസ് ദി ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ എന്യൂമറേറ്റഡ് ഇൻ ദി. നിങ്ങൾ പഠിക്കണം. ഇത് നമ്മൾ പഠിച്ചതാണ്, ആദ്യ പാർട്ടിൽ തന്നെ പഠിച്ചതാണ്, ഓർമ്മയുണ്ടോ? അതായത് DPSPയിലെ DPSP ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ പോലെയാണെന്നൊക്കെ ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞ കാര്യമൊക്കെ നമ്മൾ പഠിച്ചതാണ്. ആ ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഇന്ത്യയിലെ ഏത് നിയമത്തിൻ്റെ ഭാഗമാണെന്ന് നമ്മളവിടെ പഠിച്ചു കഴിഞ്ഞു. ഇവിടെ പറയുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1909, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1919, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1947.
ഏതാണെന്ന് ഇപ്പം തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. സ്വാഭാവികമായിട്ട് നമ്മൾ പറയുന്നത് പോലെ ഇതിൻ്റെ ഉത്തരം ഞാൻ ഇപ്പോൾ പറയുന്നില്ല, ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ക്ലാസ് കഴിയുമ്പോഴല്ല, കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞപ്പോഴേ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ശരിക്കും നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയിലേക്ക് കടക്കുന്നു. ആർട്ടിക്കിൾ 36 to 51 അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒരു ചാർട്ട് പോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, എളുപ്പം പഠിക്കത്തക്ക രീതിയിൽ. ആർട്ടിക്കിൾ 36 ഡിഫൈൻസ് മീനിങ് ഓഫ് സ്റ്റേറ്റ്. ഇതെവിടെ പഠിച്ചതാണ്? കാണാൻ പറ്റുന്നുണ്ടോ? സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ പരമാവധി മാറി നിൽക്കുകയാണ്. സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആർട്ടിക്കിൾ 36 ഡിഫൈൻസ് ദി മീനിങ് ഓഫ് സ്റ്റേറ്റ്. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്ത്? ഇത് എവിടെ പഠിച്ചു നമ്മൾ? സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പഠിച്ചപ്പോൾ ആർട്ടിക്കിൾ 12 നിങ്ങൾ പഠിച്ചതാണ്. സംസ്ഥാനമല്ല, രാഷ്ട്രം അഥവാ ഭരണകൂടം എന്നാൽ എന്ത്? ആ 12 പഠിച്ച അതേ കാര്യം തന്നെയാണ് 36 പറയുന്ന സ്റ്റേറ്റ്. അതുകൊണ്ട് പ്രത്യേകിച്ച് പറയാനില്ല. നിങ്ങൾ 12 പഠിച്ച കാര്യം ഒന്ന് ഓർത്താൽ മതി. എന്താ 12 പഠിച്ചത്? കേന്ദ്ര ഗവൺമെൻറ്റും പാർലമെൻറ്റും, സംസ്ഥാന ഗവൺമെൻറ്റും സംസ്ഥാന നിയമനിർമ്മാണ സഭകളും, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇന്ത്യ രാജ്യത്തിൻ്റെ അധികാരത്തിലും അതിർത്തിയിലും പെട്ട എല്ലാ അധികാര സ്ഥാപനങ്ങളും ചേർന്നതാണ് ഭരണകൂടം അഥവാ രാഷ്ട്രം. അപ്പോൾ ദി വേർഡ് സ്റ്റേറ്റ് മീൻസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആൻഡ് പാർലമെൻറ്റ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ്, local cell government and all other constitutional and statutory bodies within the territory of India. ഇത് തന്നെയാണ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ. ഇന്ത്യക്ക് അത് സെൻട്രൽ ഗവൺമെൻറ്റും പാർലമെൻറ്റും, സ്റ്റേറ്റ് ഗവൺമെൻറ്റും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസും, അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും, ഇന്ത്യയിലുള്ള എല്ലാ അധികാര സ്ഥാപനങ്ങളും ചേർന്നതിനെയാണ് സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോളൂ. അതാണ് 36 പറയുന്നത്. 37 പറയുന്നു. നോക്കൂ, സ്റ്റേറ്റ് ദാറ്റ് ആർട്ടിക്കിൾ 37 സ്റ്റേറ്റ്സ് ദാറ്റ് എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് ആർട്ടിക്കിൾ 37 പ്രതിപാദിക്കുന്നത് DPSP ആർ നോൺ ജസ്റ്റിസിബിൾ. DPSP ആർ നോൺ ജസ്റ്റിസിബിൾ എന്നാണ് പറയുന്നത്. ശ്രദ്ധിക്കുക, DPSP ആർ എന്താണ്? നോൺ ജസ്റ്റിസിബിൾ. അപ്പോൾ ആർട്ടിക്കിൾ 36 ഡിഫൈൻസ് മീനിങ് ഓഫ് സ്റ്റേറ്റ്. സ്റ്റേറ്റ് അഥവാ രാഷ്ട്രം എന്തെന്ന് വ്യക്തമാക്കുന്നു. ഞാൻ പറഞ്ഞു രാഷ്ട്രം എന്താണെന്ന് നമ്മൾ വളരെ വ്യക്തമായി ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ആർട്ടിക്കിൾ 37 states that DPSP are non-justiciable. That means not enforceable by court of law. കോടതികളിലൂടെ സ്ഥാപിച്ചെടുക്കാൻ കഴിയില്ല. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് നോൺ ജസ്റ്റിസിബിൾ ആണ്. പ്രിയാമ്പിൾ നോൺ ജസ്റ്റിസിബിൾ ആണ്. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് നോൺ ജസ്റ്റിസിബിൾ ആണ്. അപ്പോൾ ജസ്റ്റിസിബിൾ ആയതെന്ത്? ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്. If the fundamental right of a citizen is violated, he can approach High Court under Article 226 and Supreme Court under Article 32. നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് മാത്രമാണ് ജസ്റ്റിസിബിൾ എന്ന് പറയുന്നത്. അപ്പോൾ 37 ആർട്ടിക്കിൾ 37 പറയുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസ് ആർ നോൺ ജസ്റ്റിസിബിൾ. ദാറ്റ് മീൻസ് നോട്ട് എൻഫോഴ്സിബിൾ ബൈ എനി കോർട്ട്. ഇനി നോക്കാം, ഈ 2 ആർട്ടിക്കിളുകളും നമ്മുടെ ആദ്യ ക്ലാസ്സിൽ പഠിച്ച ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ 3 കാറ്റഗറീസ് ഉണ്ടല്ലോ. ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ്, സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ലിബറൽ ഇൻ്റലക്ച്വൽ പ്രിൻസിപ്പിൾസ്. അത് 3ലും ഉൾപ്പെടുന്നതല്ല ഈ 2 ആർട്ടിക്കിളും. ഇത് ഇൻട്രൊഡക്ഷനായിട്ട് വരുന്നതാണ്, ശ്രദ്ധിച്ചോളുക. ഇനി പറയുന്ന ആർട്ടിക്കിളുകളെല്ലാമാണ് നമ്മുടെ 3 ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഓരോന്ന് പറയുമ്പം നിങ്ങൾ മനസ്സിൽ അത് കാണണം. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഏതൊക്കെയാണ് ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ്, ഏതൊക്കെയാണ് സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിൾസ്, ഏതാണ് ലിബറൽ ഇൻ്റലക്ച്വൽ പ്രിൻസിപ്പിൾസ്, ഉദാര ബൗദ്ധിക തത്വങ്ങൾ എന്നൊക്കെ പറയുന്നത് നോക്കാം നമുക്ക്. ആർട്ടിക്കിൾ 38 നോക്കാം. ആർട്ടിക്കിൾ 38
എന്താ പറയുന്നത്? സ്റ്റേറ്റ് ഷുഡ് പ്രൊമോട്ട് വെൽഫെയർ ഓഫ് ദി പീപ്പിൾ ബൈ സെക്യൂറിങ് ആൻഡ് പ്രൊമോട്ടിംഗ് സോഷ്യൽ ഓർഡർ. സ്റ്റേറ്റ് ഷുഡ് പ്രൊമോട്ട് വെൽഫെയർ ഓഫ് പീപ്പിൾ ബൈ സെക്യൂറിങ് ആൻഡ് പ്രൊമോട്ടിംഗ് സോഷ്യൽ ഓർഡർ. ഒരു സാമൂഹ്യ ക്രമം കെട്ടിപ്പടുത്തി ജനങ്ങളുടെ വെൽഫെയർ ഉയർത്തണം. നിങ്ങൾ ഇത് ഒരു പോയിൻ്റായിട്ട് പഠിക്കണം. അതായത് ആർട്ടിക്കിൾ 38 1 ഇത് 38 അതങ്ങനെ നിങ്ങൾ ഓർത്തോളണേ. ആർട്ടിക്കിൾ 38 2. കാരണം ഇനി പറയുന്ന ഈ കാര്യം പിന്നീട് കൂട്ടിച്ചേർത്തതാണ്. ആദ്യ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതിലൂടെ കൂട്ടിച്ചേർത്തതാണ്? 44th അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1978. 1978 44ാം ഭേദഗതിയിലൂടെ ഉൾപ്പെടുത്തിയ ആർട്ടിക്കിളാണ് 38(2). 38(2) പറയുന്നത് എന്താണ് നോക്ക്. അതായത് സ്റ്റേറ്റ് ഷുഡ് മിനിമൈസ് ഇൻകം ഇക്വാലിറ്റീസ്, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഷുഡ് മിനിമൈസ് ഇൻഇക്വാലിറ്റീസ് ഇൻ ഇൻകം, സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്, ഫെസിലിറ്റീസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. പഠിച്ചത് ഓർമ്മയുണ്ടോ? അതായത് നമ്മൾ പറയുന്നത് ആർട്ടിക്കിൾ 38 ഒന്നാമത്തെ പോയിന്റ് പറയുന്നത് ദി സ്റ്റേറ്റ് ഷുഡ് പ്രൊമോട്ട് വെൽഫെയർ ഓഫ് ദി പീപ്പിൾ ബൈ സെക്യൂറിങ് ആൻഡ് പ്രൊമോട്ടിംഗ് സോഷ്യൽ ഓർഡർ. ഒരു സാമൂഹ്യ ക്രമം കെട്ടിപ്പടുത്തുകൊണ്ട് ജനങ്ങളുടെ വെൽഫെയർ വർദ്ധിപ്പിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു സാമൂഹ്യ ക്രമം കെട്ടിപ്പടുക്കണം. ഇനി പറയുന്നത് അതിൻ്റെ ഭാഗമായിട്ട് 38(2) 44ാം ഭേദഗതിയിൽ ഉൾപ്പെടുത്തിയ 32 പറയുന്നത് എന്താണ്? ദി സ്റ്റേറ്റ് ഷുഡ് മിനിമൈസ് ഇൻകം ഇൻഇക്വാലിറ്റീസ്, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഷുഡ് മിനിമൈസ് ഇൻഇക്വാലിറ്റീസ് ഇൻ ഇൻകം, ഓപ്പർച്യൂണിറ്റി, ഫെസിലിറ്റി ആൻഡ് സ്റ്റാറ്റസ്. മനുഷ്യരുടെ ഇടയിൽ വരുമാനത്തിലും പദവിയിലും അവസരങ്ങളിലും ഉള്ള വലിയ അന്തരമുണ്ട്. ആ ഇൻഇക്വാലിറ്റീസ്, അസമത്വങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം സ്റ്റേറ്റ് നടത്തണം എന്ന് പറയുന്നത് 38(2) അപ്പോൾ ഇത് രണ്ടാക്കി തന്നെ നിങ്ങൾ ഇന്ന് പഠിച്ചു വെച്ചോളൂ കേട്ടോ. കാരണം ഇത് നേരത്തെ ഉണ്ടായിരുന്നത്, പിന്നെ 32 ആണ് അവസാനം. 38(2) പിന്നീട് 44ാം ഭേദഗതിയിൽ കൂട്ടിച്ചേർത്ത കാര്യം നമ്മൾ പറഞ്ഞു. ഇനി അതുപോലെ തന്നെ 39 പറയുന്നത് നോക്കൂ. 39 നിങ്ങൾക്ക് അറിയാം. 39 എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്, ഇ ഉണ്ട്, എഫ് പിന്നീട് കൂട്ടിച്ചേർത്തു 42nd അമെൻമെൻറ്റ് ആക്ട് 1976 അത് ഞാൻ പറയാം. എന്താ നമ്മൾ പഠിച്ചതാണ്, അതും കൂടി നിങ്ങളിവിടെ ഓർക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. ഇവിടെ നോക്കൂ. ഇവിടെ ആർട്ടിക്കിൾ 39 ഔട്ട്ലൈൻസ് പോളിസി പ്രിൻസിപ്പിൾസ് ദാറ്റ് ഗവൺമെൻറ് മസ്റ്റ് ഫോളോ. പോളിസി പ്രിൻസിപ്പിൾ, നയതത്വങ്ങൾ, രാഷ്ട്രം കൈക്കൊള്ളേണ്ട ചില നയതത്വങ്ങൾ എന്താണെന്ന് വിശദമാക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 39. അതായത് രാജ്യത്തെ ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആക്കി മാറ്റുന്നതിന് വേണ്ടി രാഷ്ട്രം എന്തൊക്കെ നയതത്വങ്ങൾ ആസൂത്രണം ചെയ്യണം. അതിൽ എ പറയുന്നു നോക്ക്. ഈക്വൽ റൈറ്റ് ടു ആഡിക്വേറ്റ് മീൻസ് ടു ലൈവ്ലിഹുഡ്. ഈക്വൽ റൈറ്റ് ടു ആഡിക്വേറ്റ് മീൻസ് ഓഫ് ലൈവ്ലിഹുഡ്. അതായത് ജീവിതോപാധികൾ കണ്ടെത്താൻ എല്ലാവർക്കും അവകാശമുണ്ട്. അവിടെ സ്ത്രീ ആയാലും പുരുഷനായാലും ഇനി തേർഡ് ജെൻഡർ ആയാലും എല്ലാ പൗരന്മാർക്കും, എല്ലാ മനുഷ്യർക്കും ജീവിതോപാധികൾ തേടാൻ അവകാശമുണ്ട്. അതിനുള്ള അവസരം ഒരുക്കി കൊടുക്കണം. എയിൽ പറയുന്നു. ബിയിൽ പറയുന്നു നോക്കൂ. കൺട്രോൾ ഓഫ് മെറ്റീരിയൽ റിസോഴ്സസ് ഫോർ ദി കോമൺ ഗുഡ്. പൊതു നന്മയ്ക്ക് വേണ്ടി രാഷ്ട്രം എന്ത് ചെയ്യണം? നമ്മുടെ പൊതു സ്വത്ത് കൺട്രോൾ ചെയ്യണം. ഇവിടെ കഴിഞ്ഞ ഒരു പരീക്ഷയ്ക്ക് PSC ചോദിച്ചതാണ്. രാഷ്ട്രസമ്പത്ത് ഏറ്റെടുത്ത് പൊതുജനങ്ങൾക്ക് വിതരണം ചെയ്യുക എന്നത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമാണെന്ന് നിർദ്ദേശിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമേത്? എന്നിട്ട് അവിടെ കൊടുത്തു 39A, 39B, 39C, 39D, അങ്ങനെ പലതും കൊടുത്തു. എന്താണ്? 39Bയിലാണ്. രാഷ്ട്രത്തിനൊരു കടമയുണ്ട്. കൺട്രോൾ ഓഫ് മെറ്റീരിയൽ റിസോഴ്സസ് ഫോർ ദി കോമൺ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തിൻ്റെ സമ്പത്ത്
രാഷ്ട്രം ഏറ്റെടുത്ത് അത് എല്ലാ പൗരന്മാർക്കും വിതരണം ചെയ്തിരിക്കണം. അതായത് രാഷ്ട്ര സമ്പത്ത് തുല്യമായ രീതിയിൽ, നീതിയുക്തമായ രീതിയിൽ എല്ലാവരിലും എത്തിച്ചേർന്നിരിക്കണം എന്ന് പറയുന്നതാണ് 39B. 39C അതിൻ്റെ ഓപ്പോസിറ്റ്. അങ്ങനെ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രിവൻറ്റ്, കൺട്രോൾ, കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് ഓൺ ഫ്യൂ ഹാൻഡ്സ്. ചുരുക്കം ചില വ്യക്തികളുടെ കൈകളിൽ സ്വത്ത് കുമിഞ്ഞുകൂടുന്നത് തടയണ്ടേ? അതാണ് പറയുന്നത് സി, പ്രിവെൻഷൻ ഓഫ് വെൽത്ത് കോൺസെൻട്രേഷൻ. പ്രിവെൻറ്റ് ദി വെൽത്ത് കോൺസെൻട്രേഷൻ. സിമ്പിളായിട്ട് പറയാം, അതായത് ചുരുക്കം ചില വ്യക്തികളുടെ കൈകളിൽ സമ്പത്ത് കുമിഞ്ഞുകൂടുന്ന ഒരു രീതി തടയണം. അങ്ങനെ കുമിഞ്ഞു കൂടിയാലുള്ള ദോഷം എന്താണ്? ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം വളരെ വലുതാകും. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ ഏറെക്കുറെ സ്വത്തിൻ്റെ കേന്ദ്രീകരണമൊക്കെ ഉണ്ടല്ലേ. നമുക്കറിയാം, അദാനി അംബാനി പോലെയുള്ള വലിയ സമ്പന്നന്മാരുടെ കൈകളിൽ വലിയ അളവിൽ സ്വത്തുകൾ കുമിഞ്ഞുകൂടിയിരിക്കുന്നു. അത് രാഷ്ട്രം ക്ഷേമരാഷ്ട്രമായി മാറുന്നതിന് തടസ്സം നിൽക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് രാഷ്ട്രം ശ്രദ്ധിക്കണം. പ്രിവെൻഷൻ ഓഫ് വെൽത്ത് കോൺസെൻട്രേഷൻ, അതാണ് സിയിൽ പറയുന്നത്. ഡി ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചുള്ള ഒരു പോയിൻ്റാണ് 39D, ചെറിയ ഡി. ഈക്വൽ വേജസ് ഫോർ ഈക്വൽ വർക്ക്. യാതൊരു ജെൻഡർ ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ, സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ തുല്യ ജോലിക്ക് തുല്യ വേതനം നൽകിയിരിക്കണം. തുല്യ ജോലിക്ക് തുല്യ വേതനം നൽകണമെന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 39D. ആർട്ടിക്കിൾ 39D ആണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈക്വൽ വേജസ് ഫോർ ഈക്വൽ വർക്ക്. എല്ലാ മനുഷ്യർക്കും തുല്യ ജോലി ചെയ്യുന്നവർക്ക് തുല്യ വേതനം നൽകിയിരിക്കണം. അത് മെന്നായാലും വിമനായാലും ആരായാലും. ക്ലിയർ അല്ലേ? ആ ആർട്ടിക്കിൾ 39Dയെ അടിസ്ഥാനമാക്കി ഇന്ത്യൻ പാർലമെൻറ്റ് ഒരു നിയമനിർമ്മാണം നടത്തിയിട്ടുണ്ട് 1976. ആ നിയമത്തിൻ്റെ പേരെന്താണ്? ദി ഈക്വൽ റെമ്യൂണറേഷൻ ആക്ട്. ഈക്വൽ റെമ്യൂണറേഷൻ ആക്ട് വാസ് പാസ്ഡ് ഇൻ വിച്ച് ഇയർ? പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ തുല്യവേതന നിയമം പാസ്സാക്കിയതെന്ന്. ഈക്വൽ വേജസ് ആക്ട്, ഈക്വൽ റെമ്യൂണറേഷൻ ആക്ട് 1976. 1976 ഈക്വൽ റെമ്യൂണറേഷൻ ആക്ട് അഥവാ തുല്യവേതന നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയത്. ഏത് ആർട്ടിക്കിളിൻ്റെ ഇൻസ്പിറേഷനിൽ നിന്ന്? ആർട്ടിക്കിൾ 39D. ഓർക്കണം. അടുത്ത നോക്കൂ, 39E പറയുന്നത് എന്താണ്? പ്രൊട്ടക്ഷൻ ഓഫ് ഹെൽത്ത് ആൻഡ് സ്ട്രെങ്ത് ഓഫ് വർക്കേഴ്സ് ആൻഡ് ചിൽഡ്രൻ. പ്രൊട്ടക്ഷൻ ഓഫ് ഹെൽത്ത് ആൻഡ് സ്ട്രെങ്ത് ഓഫ് വർക്കേഴ്സ് ആൻഡ് ചിൽഡ്രൻ. അതായത് തൊഴിലാളികളുടെയും കുട്ടികളുടെയും ആരോഗ്യവും അതുപോലെ തന്നെ അവരുടെ കഴിവും പരമാവധി സംരക്ഷിക്കണം. അവിടെ ഞാൻ പറയാം എന്താണെന്നോ ഞാൻ പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഫാക്ടറിയിൽ തൊഴിൽ ചെയ്യുന്ന ഒരു വ്യക്തി, അയാളുടെ ആരോഗ്യവും അയാളുടെ സ്ട്രെങ്തും കഴിവും പരിപാലിക്കണ്ടേ? അയാളൊരു യന്ത്രം പോലെ വർക്ക് ചെയ്യിപ്പിച്ചാലുള്ള അവസ്ഥ എന്തായിരിക്കും? പെട്ടെന്ന് അയാളുടെ ശേഷിയെല്ലാം നശിക്കും, ആരോഗ്യമെല്ലാം നശിക്കും, പിന്നെ ഒന്നിനും കൊള്ളാത്തവനായി മാറും. ചിലപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട് പലപ്പോഴും. എന്താണെന്നറിയാമോ? ഇപ്പോൾ ഞാനാണ് വർക്ക് ചെയ്യുന്ന ഒരു ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന ഒരു തൊഴിലാളി എന്ന് വിചാരിക്കുക. വലിയ പ്രാരാബ്ധങ്ങളുടെ നടുവിലാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ആരോഗ്യവും എൻ്റെ സ്ട്രെങ്തും പോലും മറന്നുകൊണ്ട് ജോലി ചെയ്യാൻ ഞാൻ തയ്യാറാകും. പക്ഷെ എന്നെ അങ്ങനെ ജോലി ചെയ്യിപ്പിക്കരുതെന്നാണ് ഇവിടെ പറയുന്നത്. രാവിലെ മുതൽ വൈകിട്ട് വരെ ജോലി ചെയ്ത് ക്ഷീണിച്ചിരിക്കുന്ന എന്നോട് പറയുകയാണ്, ഓവർ ടൈം നൈറ്റും കൂടി ജോലി ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് കുറേ കൂടി കാശ് തരാമെന്ന് പറഞ്ഞാൽ ഞാൻ വേറെ ഒന്നും നോക്കൂല, ഞാനതിന് തയ്യാറാക്കും. പക്ഷെ അവിടെ എന്ത് നശിക്കുന്നു? എൻ്റെ ആരോഗ്യം നശിക്കുന്നു, എൻ്റെ സ്ട്രെങ്ത് നശിക്കുന്നു. ഇങ്ങനെ തൊഴിലാളികളുടെയും കുട്ടികളുടെയും ആരോഗ്യവും സ്ട്രെങ്തും നശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് ഹെൽത്ത് ആൻഡ് സ്ട്രെങ്ത് ഓഫ് വർക്കേഴ്സ് ആൻഡ് ചിൽഡ്രൻ. ഇതാണ് ശരിക്കും ഈ വരെ പറയുന്നത്. അവിടെ 42nd അമെൻമെൻറ്റ് ആക്ട് 1976 അവിടെ ഒരു എഫും കൂടെ കൂട്ടിച്ചേർത്തു. അതെന്താണെന്നറിയുമോ? പ്രൊവൈഡിങ് ദി ഫേവറബിൾ സിറ്റുവേഷൻ ടു growth of favorable situation for growth of children.
വിത്ത് ഡിഗ്നിറ്റി ആൻഡ് ഫ്രീഡം. സ്വാതന്ത്ര്യത്തോടും അന്തസ്സോടുകൂടി കുട്ടികൾക്ക് വളരാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കണം. അപ്പോൾ പ്രൊവിഷൻ ഓഫ് എ ഫേവറബിൾ സിറ്റുവേഷൻ ഫോർ ദി ഗ്രോത്ത് ഓഫ് ചിൽഡ്രൻ വിത്ത് ഡിഗ്നിറ്റി ആൻഡ് ഫ്രീഡം. സ്വാതന്ത്ര്യത്തോടും അന്തസ്സോടുകൂടിയും കുട്ടികൾക്ക് വളരാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കണം രാഷ്ട്രം എന്ന് പറയുന്നതാണ് അവസാനം കൂട്ടിച്ചേർത്ത 42-ാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത എഫിൽ പറയുന്നത്. ഓർക്കണേ, ഇത് ഇത്രയും പഠിക്കണം. ഇതിൽ ഈ അടുത്ത കാലത്ത് ചോദിച്ചത് ഈ ബി ചോദിച്ചിട്ടുണ്ട്. അതായത് ഇൻ വിച്ച് ആർട്ടിക്കിൾ അല്ലെങ്കിൽ വിച്ച് ആർട്ടിക്കിൾ സ്റ്റേറ്റ്സ് ദാറ്റ് ഇറ്റ് ഈസ് എ റെസ്പോൺസിബിലിറ്റി ഓഫ് സ്റ്റേറ്റ് ടു distribute national resources to all people in just and equitable manner. അതായത് ദേശീയ സമ്പത്ത് എല്ലാവരുടെ കൈകളിലും വിതരണം ചെയ്യാൻ, ന്യായയുക്തമായ രീതിയിൽ വിതരണം ചെയ്യാനുള്ള സ്റ്റേറ്റിൻ്റെ കടമ പറയുന്ന ആർട്ടിക്കിൾ എന്ന് ചോദിച്ചാൽ അത് 39B ആണ്. ഇത് ഒരുപാട് തവണ ചോദിച്ചത് ഡി ആണ്. ഈക്വൽ വേജസ്, വിച്ച് ആർട്ടിക്കിൾ സ്റ്റേറ്റ്സ് ദാറ്റ് ഈക്വൽ വേജസ് ഫോർ ഈക്വൽ വർക്ക്, ആർട്ടിക്കിൾ 39D ആണ്. ഇത്രയും ഓർക്കണം. ആ ഈക്വൽ വേജസ് ആക്ട് പാസ്സാക്കിയ വർഷം ഒന്ന് ഓർത്തോളുക. ഇനി നോക്കുക. അപ്പോൾ 39 കഴിഞ്ഞു. ഇനി ആർട്ടിക്കിൾ 39A, നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം. 39A എന്ന് പറയുമ്പോൾ പിന്നീട് കൂട്ടിച്ചേർത്തതാണ്. അതുകൊണ്ടല്ലേ 39A വന്നത്. കൂട്ടിച്ചേർത്ത അമെൻമെൻറ്റ് കൂടി ഓർക്കണം. നേരത്തെ പഠിച്ചതാണ്. 42nd ആണ്, 44th അല്ല, 42nd അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1976. 42ാം ഭേദഗതിയുടെ ഉൾപ്പെടുത്തിയതാണ്. എന്താണ്? ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ഫ്രീ ലീഗൽ എയ്ഡ് ടു ദി പുവർ. പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമസഹായം, ഈക്വൽ എന്താ പറയുന്നത്, ജസ്റ്റിസ്, തുല്യ നീതിയും പാവങ്ങൾക്ക് എന്താണ് സൗജന്യ നിയമസഹായം. നിങ്ങൾ ഓർക്കുക, സൗജന്യ നിയമസഹായം ലഭ്യമാക്കിയിരിക്കണം ജനങ്ങൾക്ക്. പാവപ്പെട്ടവർ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് എപ്പോഴാണെന്നറിയാമോ? നിയമത്തിൻ്റെ ഊരാക്കുടുക്കിൽ പെട്ടുപോകുമ്പോൾ. ഒരു സിവിൽ കേസിലൊക്കെ പെട്ടുപോയി കഴിഞ്ഞാൽ ആ കേസ് ഇങ്ങനെ നീണ്ട് പോകും. നമ്മുടെ അധ്വാനവും നമ്മുടെ വരുമാനവും എല്ലാം അതിൻ്റെ പിന്നിൽ ചെലവഴിച്ചു കൊണ്ടേയിരിക്കും. ഒരു സിവിൽ കേസിലൊക്കെ ഉൾപ്പെട്ടവർക്കറിയാം എത്രയും പെട്ടെന്ന് ആ കേസ് തോറ്റുപോയാലും വേണ്ടില്ല, ദൈവമേ ഇതൊന്ന് തീർന്നു കിട്ടിയാൽ മതി എന്നാണ് പലരും പ്രാർത്ഥിക്കുന്നത്. കാരണം അത്രമാത്രം ഊരാക്കുടുക്കാണ്. ആ കേസ് എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കാൻ ആരൊക്കെ ആഗ്രഹിച്ചാലും നിങ്ങളുടെ വക്കീൽ സമ്മതിക്കൂല. കാരണം അയാളുടെ സ്ഥിര വരുമാനം നഷ്ടപ്പെട്ടു പോകുന്നതാണ്, അല്ലേ? അപ്പം അതുകൊണ്ട് ഈ കേസ്, പക്ഷെ അത് എന്താ അതിൻ്റെ എഫക്റ്റ്? നമ്മുടെ അധ്വാനം, നമ്മുടെ നമ്മുടെ സാമ്പത്തികം, നമ്മുടെ സ്വസ്ഥത എല്ലാം നശിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് അങ്ങനെ വരരുത്. ഫ്രീ ആയിട്ട് നിയമസഹായം ജനങ്ങളിലേക്ക് എത്തിച്ചേരണം. നോക്കണം, ഇതൊക്കെ പഠിക്കുമ്പം എന്തെങ്കിലുമൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ടോ എന്ന് കൂടി നിങ്ങൾ ആലോചിക്കണം. ഒരുപാട് കാര്യങ്ങൾ നടപ്പിലായിക്കൊണ്ട് എത്രയോ മേഖലകളിൽ സൗജന്യ നിയമസഹായ പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്, ഇല്ലേ? ജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിയമസഹായം ലഭ്യമാകുന്ന എത്രയോ പരിപാടികൾ ഇപ്പം സർക്കാർ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ട്, പലപ്പോഴും അദാലത്തുകൾ കൂടാറുണ്ട് പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട്. ഞാനൊരു എക്സാമ്പിൾ പറയാം. പെൻഷൻ അദാലത്ത് എന്നുവെച്ചാൽ പെൻഷൻകാരുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു കോടതി. ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു ഹോളിഡേയിൽ ഒരു സ്കൂളിലോ മറ്റേതെങ്കിലും പൊതുസ്ഥലത്തോ വച്ച് ഒരു പെൻഷൻ അദാലത്ത് കൂടുന്നു എന്ന് വിചാരിക്കുക. ആ പ്രദേശത്തുള്ള ആൾക്കാർ, പെൻഷനേഴ്സ്, വയോധികർ, അവരുടെ പെൻഷൻ റെക്കോർഡുകളുമായിട്ട് ആ സ്ഥലത്ത് വരുന്നു, കോടതിയുടെ മുമ്പിൽ അത് ഹാജരാക്കുന്നു, അവരുടെ പ്രശ്നങ്ങൾ അവിടെ വച്ച് ചർച്ച ചെയ്ത് പരിഹരിക്കുന്നു, അവർക്ക് വേണ്ടുന്ന നിയമസഹായങ്ങൾ നൽകുന്നു. 5 പൈസയുടെ ചിലവ് അവർക്കില്ല. ഈ ചിലവെല്ലാം വഹിക്കുന്ന സർക്കാരായിരിക്കും. ഇതാണ് സൗജന്യ നിയമസഹായം, അല്ലേ? ഒരുപാട് സഹായങ്ങൾ. ഇപ്പോൾ കുടുംബ കോടതികളിലൊക്കെ നല്ല കാശ് കൊടുത്ത് വക്കീലിനെ വെച്ച് പോകുന്നവരാണ് അധികവും. എന്നാൽ കുടുംബ പ്രശ്നങ്ങളിൽ ഉൾപ്പെട്ട ഒരു നിർധനയായ ഒരു സ്ത്രീ, അവർക്ക് കേസ് വാദിക്കാൻ കാശ് കൊടുത്ത് വക്കീലിനെ വെച്ച് കേസ് വാദിക്കാൻ കഴിയില്ല. അപ്പോൾ അവരുടെ ആ നിസ്സഹായ അവസ്ഥ, അവരുടെ ആ സാമ്പത്തിക പരാധീനത സർക്കാരിനെ ബോധ്യപ്പെടുത്തിയാൽ സർക്കാർ എന്ത് ചെയ്യും? വക്കീലിനെ ഏർപ്പെടുത്തി കൊടുക്കും. അതിൻ്റെ വക്കീലിൻ്റെ ഫീസ് ആര് കൊടുക്കും? സർക്കാർ കൊടുക്കും, ഇല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് ശരിക്കും സൗജന്യമായി നിയമസഹായം ലഭിച്ചു. ഇനി കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങൾക്ക് കോടതിയിൽ തന്നെ പോകണമെന്നില്ല.
അമൃത ടി വിയിൽ പോയാൽ മതി. കഥയല്ലിത് ജീവിതം എന്നൊരു പ്രോഗ്രാം നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇല്ലേ? അത് നമുക്ക് വെറുതെ ചിരിച്ച് തള്ളേണ്ട കാര്യമല്ല. 39A ഏറ്റവും നല്ല എക്സാമ്പിളാണ്. കാര്യം ആ പ്രോഗ്രാം നടത്തുന്നത് ആരാണ്? കെൽസ, കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റിയും അമൃത ടി വിയും കൂടെ ചേർന്ന് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. അവിടെ കുടുംബ പ്രശ്നമുള്ളവർ വന്നിരിക്കും, അവിടെ ഒരു വക്കീലുണ്ട്, അവിടെ ഒരു ജഡ്ജിയുണ്ട്, അവിടെ ഒരു സാമൂഹ്യ പ്രവർത്തകനോ കാണും. അവരെല്ലാം കൂടി ചർച്ച ചെയ്ത് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്ത് അവിടെ വച്ച് പരിഹാരമുണ്ടാക്കുന്നു. അവിടെ എടുക്കുന്ന തീരുമാനം കോടതിയുടെ വിധിയാണ്. സൗജന്യ നിയമസഹായ പദ്ധതികൾ ഇങ്ങനെ ഒരുപാടുണ്ട്. അപ്പോൾ അത് ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. 39A ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ഫ്രീ ലീഗൽ എയ്ഡ് ടു പുവർ ആഡഡ് ബൈ 42nd അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 42nd അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1976. അടുത്ത് നോക്കൂ. അപ്പോൾ ഇതെല്ലാം എവിടെ വരുന്നതാണെന്ന് കൂടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇതെല്ലാം സോഷ്യലിസ്റ്റിക് കാഴ്ചപ്പാടല്ലേ, സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിൾ വരുന്നതല്ലേ. 38 മുതൽ 39, 39A ഇതെല്ലാം സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിൾസ് ആണ്. ഇതാ വരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിളാണ്, ഗാന്ധിയൻ പ്രിൻസിപ്പിളിൽപ്പെട്ടതാണ്. ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം. ഗ്രാമപഞ്ചായത്തുകൾ തന്നെ രൂപീകരിക്കാൻ കാരണം ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട ഒരു ആശയത്തിൽ നിന്നാണ്. ഏത്? ഗ്രാമ സ്വരാജ് എന്ന ആശയത്തിൽ നിന്നാണ്. അപ്പോൾ അത് ഗാന്ധിയൻ പ്രിൻസിപ്പിൾ അല്ലേ? ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത് ഒരുപാട് തവണ ചോദിച്ചുള്ള ചോദ്യമാണ്. ഇന്ത്യയിലെ ഗ്രാമപഞ്ചായത്തുകൾ രൂപീകരണം ആയി ബന്ധപ്പെട്ട ഭരണഘടനാ അനുച്ഛേദമേത്? ആർട്ടിക്കിൾ 40. ഇനി നോക്കൂ 41. ശ്രദ്ധിക്കണം. ദ റൈറ്റ് ടു വർക്ക്, എഡ്യൂക്കേഷൻ ആൻഡ് പബ്ലിക് അസിസ്റ്റൻസ് ഇൻ സർട്ടൺ കേസസ്. ഞാൻ നേരത്തെ പറഞ്ഞതാണ്. 41 പ്യുവർ സോഷ്യലിസ്റ്റിക് കാഴ്ചപ്പാടാണ്. എന്താണ്? റൈറ്റ് ടു വർക്ക്, എഡ്യൂക്കേഷൻ ആൻഡ് പബ്ലിക് അസിസ്റ്റൻറ്റ് ഇൻ സർട്ടൺ കേസസ്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ജോലിക്കും വിദ്യാഭ്യാസത്തിനും പൊതുസഹായത്തിനുമുള്ള മനുഷ്യൻ്റെ അവകാശങ്ങൾ. ഏതൊക്കെ സാഹചര്യങ്ങൾ? ഏതുമാകാം. ചിലപ്പോൾ ഒരു ദുരന്തമാകാം. നമുക്കറിയാം ഈ അടുത്ത കാലത്ത് കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ ഒരു പ്രകൃതി ദുരന്തം, മുണ്ടക്കൈ ചൂരൽമല ദുരന്തം. നമുക്കറിയാം വയനാടിൽ ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു, ഒരുപാട് പേരുടെ ജീവിത ഉപാധികൾ നഷ്ടപ്പെട്ടു, ഒരുപാട് പേർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു, ഒരുപാട് കുട്ടികളുടെ വിദ്യാഭ്യാസം മുടങ്ങി. ഇതൊരു പ്രത്യേക അവസ്ഥയാണ്. ഈ അവസ്ഥയിൽ കുട്ടികളെ വിദ്യാഭ്യാസം മുടങ്ങിപ്പോയ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാനും, ജോലി നഷ്ടപ്പെട്ടു പോയവർക്ക് ജോലി നൽകുവാനും, വസ്ത്രവും ആഹാരവും നഷ്ടപ്പെട്ടവർക്ക് അത് നൽകാനും, കിടപ്പാടം നഷ്ടപ്പെട്ടവർക്ക് അത് നൽകാനും ഒക്കെ ഉള്ള ഉത്തരവാദിത്വം സ്റ്റേറ്റിനുണ്ടെന്നാണ് പറയുന്നത്. ചില പ്രത്യേക അവസരങ്ങളിൽ പഠിച്ചു വയ്ക്കണം. മുണ്ടക്കൈ ചൂരൽമല ദുരന്തം ഞാൻ ഉദാഹരണം പറഞ്ഞത് ഏറ്റവും റീസെൻ്റായിട്ട് നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉണങ്ങാത്തൊരു മുറിവായി തന്നെ അവശേഷിക്കുന്ന ഒരു ദുരന്തമായതുകൊണ്ട് ഞാൻ ഓർമ്മിപ്പിച്ചതാണ്. നമ്മൾ കണ്ടതാണല്ലേ, കുറേ കുഞ്ഞുങ്ങൾ മണ്ണിനടിയിൽപ്പെട്ടു പോയി ഇപ്പോഴും ഡെഡ് ബോഡി പോലും കിട്ടാത്ത ഒരവസ്ഥ. ഇനി ജീവിച്ചിരിക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസം തന്നെ താൽക്കാലികമായിട്ട് മുടങ്ങിപ്പോയി. കാരണം ഒരു സ്കൂള് തന്നെ ഒലിച്ചു പോയി. അവർക്കൊക്കെ വിദ്യാഭ്യാസം കൊടുക്കണ്ടേ? തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് തൊഴിൽ കൊടുക്കണ്ടേ? ആ പ്രത്യേക അവസ്ഥ. ഇനി ഈ പ്രത്യേക അവസ്ഥ അതുമാത്രമല്ല, ഇനി വാർദ്ധക്യമെന്ന് പറയുന്നത് ഒരു പ്രത്യേക അവസ്ഥയാണ്. വാർദ്ധക്യം ബാധിക്കുമ്പോൾ, അതിനോടനുബന്ധിച്ചുള്ള അസുഖങ്ങൾ ബാധിക്കുമ്പോൾ, തൊഴിൽ ചെയ്യാനോ വരുമാനം നേടാനോ കഴിയാത്ത വരുന്ന ഒരവസ്ഥ എല്ലാ മനുഷ്യർക്കും വരും. വാർദ്ധക്യമെന്ന് പറയുന്നത് എനിക്കും നിങ്ങൾക്കും സംഭവിക്കുന്നതാണ്. അതുവരെയൊക്കെ ജീവിച്ചിരിക്കാനുള്ള ഭാഗ്യമോ ഭാഗ്യദോഷമോ ഉണ്ടെങ്കിൽ നമുക്കൊക്കെ സംഭവിക്കുന്നതാണ് വാർദ്ധക്യം, അല്ലേ? അതൊക്കെ വാർദ്ധക്യവും അതിനോടനുബന്ധിച്ച് വരുന്ന അസുഖങ്ങളും മരണവും കഠിനമായ യാഥാർത്ഥ്യങ്ങളാണ്. നമുക്കതിൽ നിന്നും ഒളിച്ചോടാൻ പറ്റില്ല, അല്ലേ? അപ്പം ഞാൻ എന്തിനാണ് ഇത് വാർദ്ധക്യത്തിൻ്റെ കാര്യം ഇവിടെ ഓർമ്മിപ്പിച്ചതെന്ന് പറഞ്ഞാൽ, ഇവിടെ ഒരു പ്രധാന ചോദ്യം ഒളിഞ്ഞു കിടപ്പുണ്ട്. പ്രധാനപ്പെട്ടൊരു ചോദ്യം. കാരണം ഇപ്പോൾ PSC ചോദിക്കുന്നത് അത്തരത്തിലുള്ള ചോദ്യങ്ങളാണ്. ആ ചോദ്യം ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോളുക. 2007 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണത്തിനും ക്ഷേമത്തിനുമായി
ഇന്ത്യൻ പാർലമെൻറ്റ് ഒരു നിയമം പാസാക്കിയത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ചോദ്യം വന്നാൽ നിങ്ങൾ പറയണം 41-ാം അനുച്ഛേദം. ആ നിയമം നിങ്ങൾക്കറിയാം. ദി മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പാരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺ ആക്ട് 2007 2007 ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കിയ സുപ്രധാനമായൊരു നിയമമാണ്. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണത്തിനും ക്ഷേമത്തിനുമായിട്ടുള്ള നിയമം. ആ നിയമത്തിൻ്റെ അടിസ്ഥാനം ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിളാണ്? 41. കാരണം 41 പറയുന്നു, ചില പ്രത്യേക അവസ്ഥയിൽ വിദ്യാഭ്യാസത്തിനും തൊഴിലിനും പൊതുസഹായത്തിനുമുള്ള അവകാശമുണ്ട്. ഞാൻ എന്തിനാണ് ഈ ചോദ്യം ഇങ്ങനെ കണക്ട് ചെയ്ത് പറഞ്ഞതെന്നറിയോ? PSC ഇപ്പം കഴിഞ്ഞ, നിങ്ങൾക്കറിയാം, നമ്മുടെ LSGI ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനിലെ സെക്രട്ടറി പരീക്ഷയ്ക്ക് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നിങ്ങൾ ആ ചോദ്യങ്ങളൊക്കെ പഠിച്ച് തന്നെ പോകണം. എന്തായിരുന്നു ആ ചോദ്യം? അതായത് ഞാൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞതാണ്, എങ്കിലും ഇതോട് ബന്ധപ്പെടുത്തി ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ആ ചോദ്യം ഇതായിരുന്നു: 2012 കുട്ടികളെ ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ പാർലമെൻറ്റ് ഒരു നിയമം പാസാക്കിയത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അത് ആർട്ടിക്കിൾ 15(3) അടിസ്ഥാനത്തിൽ. എന്തുകൊണ്ട്? ആർട്ടിക്കിൾ 15(3) പറയുന്നത് സ്ത്രീകളുടെയും കുട്ടികളുടെയും സംരക്ഷണത്തിന് വേണ്ടി, അല്ലെങ്കിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി പ്രത്യേക വ്യവസ്ഥകൾ കൊണ്ടുവരാൻ രാഷ്ട്രത്തിന് അവകാശമുണ്ട്, അധികാരമുണ്ട്, ഉത്തരവാദിത്വമുണ്ട് എന്ന് പറയുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ PSC ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ 41-ഉം ദി മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പാരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺ ആക്റ്റും കൂടെ കണക്ട് ചെയ്ത് പറഞ്ഞത് പഠിച്ചു വെച്ചുകൊള്ളുക. അത് കഴിഞ്ഞു 42-ലേക്ക് വരാം. അപ്പോൾ ഇത് സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിളാണ്. 42-ഉം സോഷ്യലിസ്റ്റാണ്. എന്താണ്? പ്രൊവിഷൻ ഓഫ് ജസ്റ്റ് ആൻഡ് ഹ്യൂമെയിൻ കണ്ടീഷൻ. ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. പ്രൊവിഷൻ ഓഫ് ജസ്റ്റ് ആൻഡ് ഹ്യൂമെയിൻ കണ്ടീഷൻസ് ഓഫ് വർക്ക് ആൻഡ് മെറ്റേണിറ്റി റിലീഫ്. നോക്കൂ, പ്രൊവിഷൻ ഓഫ് ജസ്റ്റ് ആൻഡ് ഹ്യൂമെയിൻ കണ്ടീഷൻ ഓഫ് വർക്ക്. ഒരു തൊഴിൽ ചെയ്യുന്ന വ്യക്തിയെ, തൊഴിലാളിയെ യന്ത്രമായി കണക്കാക്കരുത്. അവനോട് മാനുഷിക പരിഗണന ഉണ്ടായിരിക്കണം. അവന് വ്യക്തമായ റെസ്റ്റിംഗ് സമയം കൊടുക്കണം, അവന് ലീവ് കൊടുക്കണം, അവന് അസുഖബാധിതനാണെങ്കിൽ അതനുസരിച്ചുള്ള ജോലിയെ നൽകാവൂ. മാനുഷിക പരിഗണന നൽകണം. ഒരു തൊഴിലാളിയെ ഒരു യന്ത്രമായി കാണാതെ പ്രൊവിഷൻ ഓഫ് ജസ്റ്റ് ആൻഡ് ഹ്യൂമെയിൻ കണ്ടീഷൻ ഓഫ് വർക്ക് ആൻഡ് മെറ്റേണിറ്റി ബെനിഫിറ്റ്. എന്താണ് മെറ്റേണിറ്റി റിലീഫ് എന്നൊക്കെ പറഞ്ഞാൽ? പ്രസവാനുകൂല്യങ്ങൾ. ഇതൊക്കെ നടപ്പാക്കിയിട്ടുണ്ട് അല്ലേ? നോക്കൂ, ഒരു 6 മാസമൊക്കെയാണ് അവധി കൊടുക്കുന്നത്. നിങ്ങൾക്കറിയാം, ഒരു ഗർഭിണിയായ സ്ത്രീ പ്രസവത്തിന് തൊട്ട് മുമ്പ് ഉള്ള കുറച്ച് നാളുകളിലും പ്രസവത്തിന് ശേഷമുള്ള കുറച്ച് നാളുകളിലും അവർക്ക് ജോലി ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അവരുടെ വരുമാന നഷ്ടം ഉണ്ടാവുകയാണ്. അത് സർക്കാർ പരിഹരിച്ചു കൊടുക്കും. അതായത് ശമ്പളത്തോടു കൂടിയുള്ള ലീവ് കൊടുക്കും. എന്നിട്ട് മാത്രമല്ല, എന്തൊക്കെ ആനുകൂല്യങ്ങളിപ്പോൾ അംഗനവാടി വഴി പോഷകാഹാരങ്ങൾ കൊടുക്കുകയാണ് അല്ലേ? ഗോതമ്പ്, പഞ്ചസാര, പിന്നെ എന്താണ്, അവില്, ചെറുപയർ, ഇങ്ങനെയൊക്കെയുള്ള പല പല വസ്തുക്കളും നൽകുന്നു. ഒപ്പം 6000 രൂപ ഇതൊക്കെ നൽകുന്നു. അപ്പോൾ അവരെ സഹായിക്കുന്നു. അപ്പം സ്ത്രീകളായ തൊഴിലാളികൾക്ക് മാനുഷികമായ പരിഗണന നൽകി, പ്രസവ ആനുകൂല്യങ്ങൾ നൽകി സർക്കാർ അവരെ സംരക്ഷിക്കുന്നു. ഇതൊക്കെ നടപ്പാക്കിയിട്ടുണ്ട്. 42 നടപ്പാക്കിയിട്ടുണ്ട്. മെറ്റേണിറ്റി റിലീഫ്. ഇനി പെറ്റേണിറ്റി ബെനിഫിറ്റും ഉണ്ട് പുരുഷന്മാർക്ക്. അതായത് ഭാര്യ പ്രസവിക്കുന്ന സമയത്ത് ഒരു 10 ദിവസം പുരുഷന്മാർക്ക് ലീവ് കൊടുക്കാറുണ്ട്. എന്തിനാണ്? ഭാര്യയും കുഞ്ഞിനെയും പരിരക്ഷിക്കാൻ. അവന്മാരാ സമയം ടൂർ പോകും, അത് വേറെ കാര്യം. എന്നാലും ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ സർക്കാർ തലത്തിൽ ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് അതൊരു ഹ്യൂമൻ കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്യുന്നു നമുക്ക് പറയാൻ പറ്റുന്ന മാനുഷിക പരിഗണന. ഈ പോയിന്റുകളെല്ലാം പഠിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് വിജയമുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരുപാട് പരീക്ഷകൾ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളെ എല്ലാ പരീക്ഷയും ഭംഗിയായി അറ്റൻഡ് ചെയ്യാൻ നിങ്ങളെ പ്രാപ്തരാക്കാൻ വേണ്ടിയിട്ടാണ് സഹകാരി റൈസ് പ്ലസ് പ്രതിജ്ഞാബദ്ധമായി നിങ്ങളുടെ മുമ്പിലുള്ളത്. വിശ്വസിക്കുക, അടിയുറച്ച് വിശ്വസിക്കുക. ഞങ്ങളൊപ്പം നിങ്ങളെ കൂടെ ഉണ്ട്.
വിജയം വരെ സഹകാരി റൈസ് പ്ലസ് നിങ്ങളുടെ കൂടെയുണ്ട്. സധൈര്യം മുന്നോട്ടേക്ക് പോകുക. ഞാൻ നേരത്തെ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വിജയിക്കും എന്ന് വിശ്വസിച്ച് തന്നെ മുന്നോട്ട് പോവുക. എല്ലാവർക്കും വലിയ വിജയം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ഗുഡ് ബൈ.